അവളൊരു ഏജന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാൻ വേണ്ടി അവിടെ ആൻസർ ചേച്ചി ഉണ്ടായിരുന്നു. ഹലോ, എൻ്റെ പേര് അനുപമ. ഞാനൊരു BSc നഴ്സാണ്. ഞാൻ അടുത്ത 3-ാം തീയതി ജർമ്മനിക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എന്താണേലും ഒരു നഴ്സ് എന്ന രീതിയിൽ നമ്മൾ എന്തായാലും അബ്രോഡ് പോയി ജോലി ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം എൻ്റെ അനിയത്തി 3 വർഷമായിട്ട് ജർമ്മനിയിലാണുള്ളത്. എൻ്റെ അനിയത്തിയും പോയത് ഹൈറാൻ കെയർ എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ്. അത് കാരണം എനിക്കൊരു ഏജൻസിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. എൻ്റെ റിലേറ്റീവ് വഴിയാണ് ഹൈറാൻ കെയർ ഏജൻസി ഞങ്ങൾ കണ്ടെത്തിയത്. അനിയത്തി 3 വർഷമായി. അവൾ +2 കഴിഞ്ഞ ഉടനെയാണ് ജർമ്മനിക്ക് പോയത്. ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 വർഷം മുമ്പ് ഹൈറാൻ കെയർ ഏജൻസിയിൽ കണ്ടുമുട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ എക്സ്പീരിയൻസ് വളരെ വളരെ നല്ലതായതുകൊണ്ടാണ് വീണ്ടും ആ ഒരു ഏജൻസിന്റെ തന്നെ ഞാൻ എൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്തത്. അനിയത്തി പോയ സമയത്ത് അവളുടെ സ്റ്റേ ആയിക്കോട്ടെ, അവളുടെ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, അവളുടെ പ്രോസസ്സിങ് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ടാണ് നടന്നത്. അവിടുത്തെ സ്റ്റേയുടെ കാര്യമാണെങ്കിലും അവിടെ ബിജു സാർ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടും ഇല്ലാണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി തന്നെയായിരുന്നു ഹൈറാൻ കെയർ. ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെ പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അവിടുത്തെ ടീച്ചിങ് സ്റ്റൈൽ ആണെങ്കിലും പാസിംഗ് റേറ്റ് ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഹൈറാൻ കെയർ ഏജൻസി എന്ന് പറയുമ്പോൾ ഒരു നഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ലാംഗ്വേജ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജർമ്മൻ ലാംഗ്വേജ് A1 to B2 ലെവൽ വരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്കും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും വിളിച്ച് ചോദിക്കാൻ വേണ്ടി അവിടെ ആൻസി ചേച്ചി ഉണ്ടായിരുന്നു. ആൻസി മാം എന്ന രീതി കൂടുതൽ ആൻസി ചേച്ചി എന്നാണ് ഞാൻ എപ്പോഴും വിളിച്ചിട്ടുള്ളത്. എപ്പോഴും ഒരു ഹോംലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് എനിക്ക് എപ്പോഴും തരുന്ന ഒരാളാണ് ആൻസി ചേച്ചി ആണെങ്കിലും ബിജു ചേട്ടനാണെങ്കിലും. എപ്പോഴും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ ഡൗട്ട് ക്ലിയർ എന്ത് മണ്ടത്തരം ചോദിച്ചാലും നമ്മൾ ആരും ജർമ്മനി പോയ ആൾക്കാരല്ല. എന്താണ് നമുക്ക് അതിന്റെ പ്രൊസീജിയർ എന്ന് അറിയത്തില്ല, എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ആൾക്കാരായിരുന്നു ഹൈറാൻ കെയറിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും, എല്ലാ ആൾക്കാരും. ആൻസേച്ചി ആയിക്കോട്ടെ, ബിജുചേട്ടൻ ആയിക്കോട്ടെ, ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു രണ്ടുപേരും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറെ ഏജൻസിയിലാണ് പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവളുടെ കാര്യത്തിലാണെങ്കിൽ അവളൊരു ഏജന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാൻ വേണ്ടി അവിടെ ആൻസർ ചേച്ചി ഉണ്ടായിരുന്നു. എന്റെ വെബിനാർ തൊട്ട് എന്റെ വിസ പ്രോസസ്സിങ് വരെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് ആൻസർ ചേച്ചിയായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്ന് ഒരു അനീത്തിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻസി മാം ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ജർമ്മനിക്ക് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. അവളുടെ പേര് ആർദ്ര എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നഴ്സിംഗ് പഠിച്ചതും ജർമ്മൻ പഠിച്ചതും ഒരുമിച്ചാണ് പ്രോസസ്സിംഗ് തുടങ്ങിയത് ഒരുമിച്ചാണ്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നത് ഹൈറാൻ കെയർ ഏജൻസി ഉള്ളത് കാരണം മാത്രമാണ്. അത് കാരണമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയത്ത് പോകാൻ പറ്റിയതും ഒരേ സമയത്ത് ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നതും. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയും ഏത് ഏജൻസി വഴിയാണ് ഞാൻ പ്രോസസ്സിങ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും സംശയമില്ലാണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജൻസി എന്ന് പറഞ്ഞ ഹൈറാൻ കെയർ മാത്രമായിരുന്നു. കാരണം ഞാനും എൻ്റെ അനീത്തി, എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ എല്ലാവരും വളരെ സ്മൂത്ത് ആയിട്ട് ഞങ്ങളുടെ പ്രോസസ്സിങ് നടന്നതും ഞങ്ങൾ ഇത് അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോകുന്നതും ഹൈറാൻ കെയർ ഏജൻസി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് കാരണം എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആര് ചോദിച്ചാലും ഒരു ഡൗട്ടും ഇല്ലാണ്ട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഏജൻസി ഹൈറാൻ കെയർ ആയിരുന്നു. എൻ്റെ മകൾ അനുപമ ജോയി ഹൈറാൻ കെയർ വഴി അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ രണ്ടാമത്തെ മകളും ജർമ്മനിയിലാണ്. അവളും ഹൈറാൻ കെയർ വഴിയാണ് ജർമ്മനിക്ക് പോയത്. ഇത് പ്രോസസ്സിംഗ് ഒക്കെ വേഗം തന്നെ നടന്നു. ഇതിനായി പ്രവർത്തിച്ച സ്റ്റാഫുകൾക്കും ഹൈറാൻ കെയർ ഏജൻസിക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജർമ്മനിയിലേക്കുള്ള ജേർണിയിൽ ഒരുപാട് സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്ന ഹൈറാൻ കെയർ ഏജൻസിക്ക് ഒരുപാട് താങ്ക്സ്. താങ്ക് യു ഹൈറാൻ കെയർ.